ഹായ് ഗൈസ്, 4 മാർക്ക് മാത്രമേ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഉള്ളൂ. നിങ്ങൾ ആകെ ഈ ഒരു 4 ചോദ്യങ്ങൾ പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആകെ 4-5 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ 4 മാർക്ക് കിട്ടും. ഒരു 20 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ, ഉറപ്പിച്ചോ ആ 4 മാർക്ക്, ഒന്നും പേടിക്കേണ്ട. സോ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനത്തെ ഒരു ടൈപ്പ്, അതായത് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എന്നിട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ സർക്കിളിൻ്റെ ഏരിയയോ പാരബോളയുടെ ഏരിയയോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ ഒരു ചോദ്യം മനസ്സിലാക്കി വെച്ചോ. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഫിഗർ ഈസ് ഈക്വൽ ടു, ഇതൊരു കേവാണ്, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കേവ്. ഒരു കേവിൻ്റെ അണ്ടറിൽ, അതായത് ആ കേവിൻ്റെ താഴെയുള്ള ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റഗ്രൽസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു കേവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കേവാണ്. അതായത് എക്സിൻ്റെ ടേമിലായിരിക്കും ഈ ഫംഗ്ഷൻ ഉണ്ടാവുക. ഈ കേവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിൽ സി മുതൽ ഡി വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സി മുതൽ ഡി വരെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ കേവിൻ്റെ അണ്ടറിൽ സി മുതൽ ഡി വരെയുള്ള ഈ പോർഷൻ, ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് സംഭവം വളരെ സിമ്പിളാണ്. എക്സ് ആക്സിലല്ലേ പോയിന്റ്, അപ്പോൾ സി മുതൽ ഡി വരെ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലായതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്, അതായത് സി ടു ഡി ഇൻറ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ആൻസർ. കാര്യം ഈസിയാണ്. എക്സ് ആക്സിൽ സി മുതൽ ഡി വരെയുള്ള പോയിന്റ് റെഡി. ഇനി അതിൽ ഇങ്ങനെയാണ് ഒരു എ ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു 3 മാർക്കിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 16 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 0. അതായത് സെൻറ്റർ 0 0 ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണത്. ഞാൻ നല്ലൊരു സർക്കിൾ വരച്ചു, നോക്കിക്കേ. ഈ സർക്കിളിൻ്റെ സെൻറ്റർ 0 0 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സെൻറ്റർ 0 0 ആണെങ്കിൽ ഇതാ നോക്കണേ, സെൻറ്റർ 0 0 ആണെങ്കിൽ ഏകദേശം, ഞാനൊരു ഏകദേശ ചിത്രം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഏകദേശ ചിത്രം വരുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതാണ് സെൻറ്റർ 0 0 വരുന്ന ഒരു സർക്കിൾ. അപ്പോൾ നിങ്ങൾ നോക്കും, ഈ പോയിന്റിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുക 0 ആണ്. ശരി, അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ എഴുതാറുള്ളത്. അപ്പോൾ ഇതാണ് ആർ സ്ക്വയർ ആണ് എ സ്ക്വയർ. അതായത് ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. എ, ഓക്കെ. റേഡിയസ് എ ആണെങ്കിൽ 0, ഇത് സെൻറ്റർ ആണല്ലോ. സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? എ. ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്താ? വൈ ആക്സിൽ, പോസിറ്റീവ് വൈ ആക്സിലാണെങ്കിൽ എ തന്നെ ആയിരിക്കും. നോ പ്രോബ്ലം. ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ഈ സർക്കിളിൻ്റെ ഏരിയ വേണം. സർക്കിളിൻ്റെ ഏരിയ എക്സ് ആക്സിൽ 0 മുതൽ എ വരെയുള്ള റീജിയൻ ഉണ്ട്. അപ്പോൾ എക്സ് ആക്സിൽ 0 മുതൽ എ വരെയുള്ള റീജിയനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഏരിയ കിട്ടിയിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ട്. കാരണം ഇതൊരു സിമെട്രിക് ഷേപ്പ് ആയിട്ടുള്ളത്, 4 ആക്സിലേക്കും അല്ലെങ്കിൽ 4 ക്വാഡ്രൻറ്റിലേക്കും 4 കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള പാർട്ടുകളല്ല. അപ്പോൾ ഒന്നിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏരിയ ഓഫ് സർക്കിൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് സർക്കിൾ, നമുക്ക് ആ സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ 0 മുതൽ എവിടെ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? എ വരെ. ആരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഫംഗ്ഷൻ എക്സ് ആക്സിലല്ലേ പോയിന്റ് എടുത്തത്, അപ്പോൾ എഫ് ഓഫ് എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒരു ക്വാഡ്രൻറ്റിലുള്ളത് മാത്രമേ കിട്ടും. 4 എണ്ണം കൂടി കിട്ടിയിട്ട് സർക്കിളിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തായാലും y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വേണം. ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ നോക്കി നിങ്ങൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അതായത് ഇത് എക്സിൻ്റെ ടേമിൽ വേണം, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം ഈ ഇക്വേഷൻ. അങ്ങനെയാണ് y ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാൻ ആക്കുന്ന സമയത്ത് ഈ എക്സ് സ്ക്വയർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണ് വാട്ട് ഈസ് y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത്? നിങ്ങളുടെ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് നമ്പർ വന്നിട്ടും തരാം കേട്ടോ. അവിടെ ചിലപ്പോൾ 16 ആണെങ്കിൽ ആർ സ്ക്വയർ 16 ആണെങ്കിൽ 6 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് 4 ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എ സ്ക്വയറിന് പകരം 4 സ്ക്വയർ എന്നൊക്കെ ആയിരിക്കും വരും. നമ്പർ വന്നിട്ടും ചോദിക്കാം. മനസ്സിലാക്കി വെക്കുക, ഐഡിയ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളിതാ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു എ, ആരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് അങ്ങ് പഠിക്കുക. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ ആൻസർ? റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നോക്കിക്കേ, ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഇതാ 4 അവിടെ നിൽക്കട്ടെ. റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക x/2 റൂട്ട് ഓഫ്
അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത്, അതായത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് പിന്നെ എ സ്ക്വയർ ബൈ 2 എന്നാണ് കൊടുക്കുക, പിന്നെ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നുമാണ് കൊടുക്കുക. ഇത് നിങ്ങൾ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് തന്നെ പഠിച്ചു. ഇനി ഡെഫിനിറ്റ് അല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ലോവർ ലിമിറ്റിൽ 0യും അപ്പർ ലിമിറ്റിൽ എയും കൊടുത്താൽ മതി, ആൻസറായി. ഇത് പഠിച്ചു വെക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാത്തിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. എ സ്ക്വയറിന് പകരം നമ്പർ ആയിരിക്കും വരിക. ആൻഡ് ഓക്കെ നോക്കും 4 സാധാരണ രീതിയിൽ എ സ്ക്വയറിന് പകരം നമ്പറാണ്, ഇവിടെ നമ്മൾ എ സ്ക്വയർ എടുത്ത് ചെയ്തേ ഉള്ളൂ. ഇനി നോക്കിക്കുക, നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക എ കൊടുക്കുന്ന സമയത്ത് എക്സ് ഉള്ളിടത്തൊക്കെ എ കൊടുക്കുക. അപ്പോൾ a/2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് പകരം എ വരൂലേ, അപ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്ക് പകരം സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്നാണ് ഇത്. കഴിഞ്ഞു. അപ്പർ ലിമിറ്റ് മൊത്തം കൊടുത്തു, മൈനസ് ചെയ്യുക, മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 0 എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ 0/2 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തത് തന്നെ 0 ആയിപ്പോവും, അതുകൊണ്ട് അത് എഴുതണ്ട. പിന്നെ ഈ പ്ലസ് കൊടുത്തു, 0 സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞു വരും, സോറി എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 0/a എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 0/a എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 0, സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാലും 0. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയി പോകുന്നത് കൊണ്ട് അതും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. റെഡി? അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി ഒരൊറ്റ കാര്യം കൂടിയും, ഇതും കൂടി 0 ആയി പോകും. അതായത് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 അല്ലേ, അപ്പോൾ റൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതും 0 ആയി പോകുന്നത് കൊണ്ട് അതും പരിഗണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഏരിയ ഓഫ് സർക്കിൾ, അതായത് നമ്മൾ എഴുതി വരുന്ന സമയത്ത് ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു, പുറത്ത് നമുക്കൊരു 4 ഉണ്ട് എന്നുള്ളത് അറിയാം. ഓക്കെ, ഇവിടെ ബാക്കി വരുന്നത് നോക്കി, എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 4 ഇൻറ്റു എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 കിട്ടും. അപ്പോൾ ഇങ്ങനെ ആൻസർ വരിക. ഒന്നുകൂടി അടിപൊളിയാക്കിയത്, പൈ എ സ്ക്വയർ മുകളിൽ ഒരു 4 ഇല്ലേ, ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 എന്താ 4, 4ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താ, പൈ എ സ്ക്വയർ. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ എ സ്ക്വയർ. ഈസിയാ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ റേഡിയസ് 4 ആണെങ്കിലോ, റേഡിയസ് 4 ആണെങ്കിൽ πr സ്ക്വയർ ആണല്ലോ ആക്ച്വലി നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ. റേഡിയസ് എ ആണെങ്കിൽ പൈ എ സ്ക്വയർ, റേഡിയസ് ആർ ആണെങ്കിൽ πr സ്ക്വയർ, റേഡിയസ് 5 ആണെങ്കിൽ പൈ ഇൻറ്റു 5 സ്ക്വയർ 25π. അപ്പോൾ ആ ഒരു കാര്യം ഒരു ഐഡിയയും കൂടി മനസ്സിലുണ്ടാക്കണം കേട്ടോ. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റീജിയൻ ഓഫ് ദ എലിപ്സ്. 4 മാർക്കിന് ഒരൊറ്റ ചോദ്യമാണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും ചോദിക്കാം. സർക്കിളിൻ്റെത് 4 മാർക്കിന് ചോദിക്കാം. അപ്പോൾ എലിപ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ത്, ഐഡിയ എന്ത്, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചാൽ മതി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി എലിപ്സ്. എലിപ്സിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ, അത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഇവിടെ മേജർ ആക്സിസ് എക്സ് ആണോ വൈ ആണോ എന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുക, എക്സ് സ്ക്വയറിൻ്റെ താഴെയാണ് വലിയ നമ്പർ ഉള്ളതെങ്കിൽ അതെപ്പോഴും എ സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നോക്കണ്ട, വലിയ നമ്പർ ഇതിൽ ഏതാണോ ഉള്ളത് അത് എ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എ സ്ക്വയർ 16, ചെറിയ നമ്പർ 9 അല്ലേ, അപ്പോൾ ബി സ്ക്വയർ 9 ആയിരിക്കും, ചെറുത് ബി സ്ക്വയർ, വലുത് എ സ്ക്വയർ, ചെറുത് ബി സ്ക്വയർ. എ സ്ക്വയർ 16 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ 4 ബി സ്ക്വയർ 9 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി 3. അപ്പോൾ ഈ 2 കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വലുതുള്ളത് എക്സ് സ്ക്വയറിൻ്റെ താഴെയല്ലേ, അപ്പോൾ ഫോക്കസ് അല്ലെങ്കിൽ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫോക്കസ് എക്സ് ആക്സിലാണ് അല്ലെങ്കിൽ മേജർ ആക്സിസ് എക്സാ. അപ്പോൾ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന, ഇങ്ങനെ വൈഡായി കിടക്കുന്ന ഈ ഒരു എലിപ്സാണ് നമുക്ക് കിട്ടുക. ആൻഡ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് അടിപൊളിയായിട്ട് വരയ്ക്കുമ്പോൾ ആക്സിസുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെ കിട്ടും. നോക്കിക്കേ, ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ക്വാഡ്രൻറ്റിലും നോക്കി ഈക്വൽ സ്പേസ് അവിടെ ഉള്ളത്. അപ്പോൾ ഒന്നിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കി, ഏരിയ ഓഫ് എലിപ്സ്, നമ്മൾ ഈ എലിപ്സിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര ചെയ്യേണ്ടതുള്ളൂ, 4 ഇൻറ്റു എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്ക്, A4 B3 അല്ലേ, ഞാൻ പറഞ്ഞു ഫോക്കസ് എക്സ് ആക്സിസിലാണ് ഉള്ളത്. ഇവിടെയാണ് 2 ഫോക്കസ് വരിക. ഫോക്കസ് ഉള്ള ആക്സിസ് ഏതാണോ അതിൻ്റെ എൻ പോയിന്റ്സ് നമ്മൾ എ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് A4, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് B3. അപ്പോൾ ഇങ്ങനെയല്ല, തിരിച്ചാണെങ്കിലോ ഇവിടെ 9ഉം ഇവിടെ 16ഉം ആണെങ്കിലോ വൈ സ്ക്വയറിൻ്റെ താഴെ വലുത് വരിക. അപ്പോൾ വൈ ആക്സിസ് ഇവിടെ 4ഉം ഇവിടെ 3 ആയിരുന്നു മാർക്ക് ചെയ്യേണ്ടി വരിക. അത് ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യും, എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ എനിക്കിത് വേണമെങ്കിൽ വൈയിലത്തെ പോയിന്റ് 0 മുതൽ 3 വരെ എടുക്കാം. അപ്പോൾ ഫംഗ്ഷൻ നിങ്ങൾ വൈയുടെ ടേമിലാക്കണം, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞ് ആക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ y is equal to f of x എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ഫംഗ്ഷൻ എടുക്കുന്നു. അതായത് എക്സിൻ്റെ ടേമിൽ ഫംഗ്ഷൻ വേണം, അല്ലെങ്കിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണം.
സോ ഞാൻ ഈ y ഈക്വൽ ടു എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എന്തായാലും എഫ് ഓഫ് എക്സ് ആയിട്ടാണ് ഫംഗ്ഷൻ എടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫംഗ്ഷൻ എവിടെ മുതൽ എവിടെ വരെ നോക്ക്, ഇതെന്തായാലും 0 ആയിരിക്കും സെൻറ്റർ. ഓക്കെ, അപ്പോൾ 0 മുതൽ 4 വരെയല്ലേ എക്സ് ആക്സിലെ പോയിന്റ്. അപ്പോൾ 0 മുതൽ 4 വരെ ഇതാ നോക്ക്, ഈ കേവിൻ്റെ അണ്ടറിൽ 0 മുതൽ 4 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഷെയ്ഡ് ചെയ്ത ഭാഗം കിട്ടും. അപ്പോൾ ഒരു ക്വാഡ്രന്റിൽ ഏരിയ കിട്ടി, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ക്വാഡ്രന്റിൽ ഏരിയ. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഉള്ളത് ഇങ്ങനെയല്ലേ, x² / 16 + y² / 9 = 1. നമുക്കിത് y ഈക്വൽ ടു എന്ന് പറഞ്ഞു വേണം. അപ്പോൾ y ഉള്ള ടൈം അവിടെ വെച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടു. അപ്പോൾ y² / 9 = 1 - x² / 16 എന്ന് കിട്ടും. നമുക്ക് y അല്ലേ വേണ്ടത്, ഈ /9 അങ്ങോട്ട് പോകുന്ന സമയത്ത് y² = /9 അങ്ങോട്ട് y × 9 ആവും. ആൻഡ് ഇത് ക്രോസ് മൾട്ടിപ്ലൈയും ചെയ്തു, 1 × 16 16 - x² / 16. ഓക്കെ, എന്നിട്ടും തീർന്നിട്ടില്ല, നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞു വേണം. അപ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് റൂട്ട് എടുക്കുക, 9ഉം റൂട്ട് കൊടുക്കാം 16ഉം, അതൊന്നാക്കിയിട്ട് എഴുതുക. പിന്നെ ബ്രാക്കറ്റിൽ 16 - x². ഇങ്ങനെ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 9/16 √9/16, പിന്നെ 16 - x². 9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 3 അല്ലേ, 16ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ അതൊന്നാക്കിയിട്ട് എഴുതിയേ, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ. ഈ 16 ഞാൻ വേണമെങ്കിൽ 4² എന്ന് എഴുതും, 4² - x². അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത്, നിങ്ങളുടെ y. അപ്പോൾ y നിങ്ങൾ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കി, ഞാൻ ശ്രദ്ധിച്ചോ, y = ഇപ്പോൾ എന്താ yക്ക് പകരം ഉള്ളത്? 3/4 × √(a²- x²) ടൈപ്പിലാണുള്ളത്, അതായത് 4² - x². അപ്പോൾ നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്ക്, 4 × എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? 0 to 4 വരെ. ആരാ? ആ എഫ് ഓഫ് എക്സ്, ഇതാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ്. y ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതിയേ, അതായത് 3/4 √(4² - x²). ഈ 3/4 കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്തിട്ടോ, 4 × 3/4 എന്നിട്ടോ. ആൻഡ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പിന്നെ ഉണ്ടാവും ഇതാ 0 to 4 √(4² - x²). നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള √(a² - x²) ആ ടൈപ്പിലല്ലേ, ഇവിടെയൊക്കെ dx ഇട്ട് കൊടുക്കണേ. ആ ടൈപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാം, x/2 √(a² - x² + a²/2 sin inverse x/a. ഞാൻ ഈ 4ഉം 4ഉം ഒന്ന് ക്യാൻസൽ ചെയ്യട്ടെ, രണ്ടും മുകളിലും താഴെയായിട്ടുണ്ടല്ലേ, അപ്പോൾ 3. ഓക്കെ, ആൻഡ് ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക നോക്കാമല്ലോ. x/2, ഓക്കെ, x/2 √(a² - x²), അപ്പോൾ √(4² - x² എന്ന് എഴുതണം. ഓക്കെ, പ്ലസ് a²/2, a² എന്ന് പറഞ്ഞാൽ 4² അല്ലേ, അപ്പോൾ 4²/2 സൈൻ ഇൻവേഴ്സ് x/a. x ഓക്കെ എക്സ് തന്നെ, ബൈ a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a എന്ന് പറഞ്ഞാൽ a² 4² ആണെങ്കിൽ a എന്തായിരിക്കും? 4. ഞാൻ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് പിന്നെ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ നമ്മൾ ഓൾറെഡി ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതിയിട്ടാണ് ആ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാൻ ഇവിടെ എഴുതുന്നില്ല, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ആൻഡ് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എവിടെ മുതൽ എവിടെ വരെ നോക്ക്? 0 മുതൽ 4 വരെ. ഓക്കെ, ഗുഡ്. ഇനി എങ്ങനെയാ ബാക്കി? വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏരിയ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, 3 കോൺസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വാല്യൂ ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് പകരം ഫസ്റ്റ് 4 കൊടുക്കുക. അപ്പോൾ അതാ 4/2 √(a² - x²), 4² - x²ന് പകരം 4, എക്സിന് പകരം 4 കൊടുക്കുക. അപ്പോൾ 4² - 4² എന്നാവും. പ്ലസ് 4²/2 സൈൻ ഇൻവേഴ്സ് x/a അല്ലേ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം 4 കൊടുക്കുക, സൈൻ ഇൻവേഴ്സ് x/4 ആണ്, അപ്പോൾ സൈൻ ഇൻവേഴ്സ് 4/4. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് മൊത്തം കൊടുത്തല്ലോ, ഇതിൽ മൊത്തം ഈ എക്സിന് പകരം 4 കൊടുത്തു, പിന്നെ മൈനസ് ചെയ്യുക, എന്നിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 0 കൊടുക്കുന്ന സമയത്ത് 0/2 ഇതും 0 ആയിപ്പോൾ, സൈൻ ഇൻവേഴ്സ് 0/4 ഇതും 0 ആയിപ്പോൾ. അപ്പോൾ അത് എഴുതണ്ട, എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും വരിക 0 കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതും അങ്ങനെ നമ്മൾ ഒഴിവാക്കി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്ക്, പിന്നെ ഇതാ ഇത് ഒഴിവായൂലേ, 4² - 4² ഇതും 0 ആയിപ്പോൾ, 0ൻ്റെ റൂട്ട് എടുത്താൽ 0, അപ്പോൾ ഈ ടേമും 0 ആയി. ആൻഡ് അതും നമ്മൾ എഴുതുന്നില്ല. ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 × 4²/2 16/2 സൈൻ ഇൻവേഴ്സ് 4/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1. വാട്ട് ഈ സൈൻ ഇൻവേഴ്സ് 1? π/2. അപ്പോൾ അതാ നോക്ക്, 3 × 16/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 8 കിട്ടും. ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? π/2 കിട്ടും. 8/2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, അപ്പോൾ നമ്മുടെ ആൻസർ 3 × 4 × π എന്ന് വരും. 4 × 3 എന്ന് പറഞ്ഞാൽ 12 അല്ലേ, അപ്പോൾ 12π. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയായി. 4 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യം. ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളതൊന്നുമല്ല, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ 4 മാർക്കാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏരിയ ഓഫ് എലിപ്സ് ഈസ് ഓൾവേസ് πab ആണ്. πab A4 B3 അല്ലേ, അപ്പോൾ 4 × 3 12. അപ്പോൾ എന്തായാലും 12π ആൻസർ വരും. അപ്പോൾ അതും കൂടി ആലോചിച്ച് വെച്ചോ, ഉത്തരം ലാസ്റ്റ് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാലോ. സിമ്പിൾ.
അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഈ ഒരു ടൈപ്പിലല്ലെങ്കിലും മുമ്പ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതും ടെക്സ്റ്റിലെ മിസലേനിയസിലുള്ളതുമായിട്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പാണ്. ഇതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക എന്തായാലും. Find the area bounded by the curve y is equal to sin x and the line x equal to 0, x equal to 2 pi and x axis. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഞാൻ വെറുതെ ഒരു റഫായിട്ട് ഞാൻ സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ 0 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, ഇവിടെ -1 കൊടുത്തു. ആൻഡ് ഇവിടെ ഞാൻ π/2 കൊടുത്തു, π/2 കൊടുത്തു, ഇവിടെ π/2, ഇവിടെ പൈ കൊടുത്തു, 3π/2 കൊടുത്തു, 2π കൊടുത്തു, 3π/2 ആൻഡ് 2π. ഓക്കെ, സൈൻ എക്സിൻ്റെ ഗ്രാഫ് എന്ന് വരയ്ക്കാൻ പോവുകയാണ് ഞാൻ. ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, സൈൻ π എന്ന് പറഞ്ഞാൽ 0 അല്ലേ, സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ. അപ്പോൾ ദാ ഇവിടെ നമുക്ക് -1ൻ്റെ നേരെ ഇവിടെ ഒരു പോയിന്റ്, സൈൻ 2π എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഏകദേശം ഇത് റഫാണ്, ഒരു റഫ് ഫിഗർ മാത്രമാണ്. ഇങ്ങനെയാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇങ്ങോട്ടേക്കും വരിക, ലെഫ്റ്റിലേക്കും വരും. പക്ഷെ ലെഫ്റ്റിലേക്ക് വരയ്ക്കേണ്ട, 0യും 2πയും അതിൻ്റെ ഇടയിലുള്ളത് മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാം? എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് ഏതാ ലൈന്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ y ആക്സ് ആണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0യും അതേപോലെ എക്സ് ഈക്വൽ ടു 2π, എക്സ് ഈക്വൽ ടു 2π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ. ഓക്കെ, ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ. അപ്പോൾ എക്സ് ആക്സിസ് പിന്നെന്താ, പിന്നെ നിങ്ങളുടെ കേവ് ഏതാടാ? y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ ഇതെല്ലാം കൂടി ബൗണ്ടറി ആയിട്ട് വരുന്ന ഈ റീജിയൻ്റെ ഏരിയ ആണ് നിങ്ങളോട് ചോദിച്ചത്. ഇതെല്ലാം കൂടി ബൗണ്ടറി ആയിട്ട് വരുന്ന എന്ന് പറയുമ്പോൾ നോക്ക്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം, അത് നോക്കിക്കേ, നീലെടുക്കാം. ഈ ഏരിയ അല്ലേ, ഈ ഏരിയയുടെ ഇതിൻ്റെ ഈ ഒരു റീജിയൻ്റെ ഏരിയ ആണ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സംഭവം വളരെ സിമ്പിളാണ്. ഏതാടാ കേവ്? y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്, y ഈസ് ഈക്വൽ ടു f(x) എന്ന് പറയുന്ന ഫോമിൽ തന്നെ. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 മുതൽ π വരെയും ചെയ്യണം, π മുതൽ 2π വരെയും ചെയ്യണം. അതിൻ്റെ ഒരൊറ്റ കാര്യം, നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 0 മുതൽ π വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ π മുതൽ 2π വരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരെ? സൈൻ എക്സ് തന്നെയാണ്. സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ നെഗറ്റീവാണ് കിട്ടുക. വൈ? എന്തുകൊണ്ടാണ് നെഗറ്റീവ് കിട്ടുന്നത്? കാരണം അതാ ഈ ഒരു റീജിയനിൽ നിങ്ങളുടെ സൈൻ എക്സിൻ്റെ വാല്യൂസ് ഒക്കെ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് എല്ലാം കൂടി നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി ഫൈനലി ആൻസർ കിട്ടുന്നത് നെഗറ്റീവാണ്. അപ്പോൾ π മുതൽ 2π വരെയുള്ള റീജിയൻ ഗ്രാഫ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റീജിയൻ വരുന്നത് 4th ക്വാഡ്രൻറ്റിലായതുകൊണ്ട്, y ആക്സിസിൽ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട്, അല്ലെ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ നിങ്ങൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ഇനി അങ്ങനെ എടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇതും രണ്ടും സെയിം ആയിരിക്കും, സിമെട്രിക്കാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ ഫൈൻഡ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാ നോക്കും, ഞാൻ അങ്ങനെ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് നോക്ക്, എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? 0 മുതൽ π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആരെ? നമ്മുടെ f(x)ന്. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? കാരണം ഇത് രണ്ടും സിമെട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നത് സൈൻ എക്സ് അല്ലേ. അപ്പോൾ 2 × 0 to π സൈൻ എക്സ്. സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -cos x ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആൻസർ നോക്ക്, 2 × സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -cos x. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ലിമിറ്റ് കൊടുത്തോ. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 0 to π. ഓക്കെ ആണേ. ഇനി ശ്രദ്ധിച്ചോ, നല്ല ഈസിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമൊന്നുമല്ല. റെഡി? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്ന സമയത്ത് 2 × ഫസ്റ്റ് എക്സിന് പകരം π കൊടുക്കുക. അപ്പം -cos π എന്ന് വരും, പിന്നെ എക്സിന് പകരം 0 കൊടുക്കുക. 0 കൊടുക്കുന്ന സമയത്ത് -cos x എന്നാണ്, മൈനസ് ഞാൻ പുറത്തിട്ടിട്ടില്ല, വേണമെങ്കിൽ പുറത്തിട്ടിട്ടും ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ മൈനസ് പുറത്തിടാം, ഇനി മൈനസ് പുറത്തിടാം, ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. മൈനസ് പുറത്തിട്ടാൽ -2 വരും, പിന്നെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. മൈനസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് 0 to π ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരും -2. ഫസ്റ്റ് cos π മൈനസ് പിന്നെ വരുന്നത് cos 0. cos πയുടെ വാല്യൂ എന്താടാ? -1. അപ്പോൾ അതാ ഇങ്ങനെ ആൻസർ വരും, -2 -1 മൈനസ് cos 0യുടെ വാല്യൂ എത്രയാണ്? 1. -1 എന്ന് പറഞ്ഞാൽ -2 അല്ലേ. അപ്പോൾ -2 × -2 -2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ ആൻസർ എന്താ? 4 സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ ഒന്നിൻ്റെ എത്ര ആയിരിക്കും വരിക? 2. ആൻഡ് ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര വരിക? 4. കാര്യം മനസ്സിലായോ? ഈസിയാണ്, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി cos x-ൻ്റെതും ചോദിക്കാറുണ്ട്, cos x-ൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതേ മോഡൽ ചെയ്താൽ മതി കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കൂടി പഠിച്ചാൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് സെറ്റായി.
ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് വൈ സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് തന്നിട്ടുണ്ടെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു 4x, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y, ഇത് അതായത് വൈയുടെ എക്സിൻ്റെ ഏതെങ്കിലും ഒരു വേരിയബിളിന് സ്ക്വയർ ഉണ്ടാവും, ഒന്ന് സ്ക്വയർ ഇല്ലാത്തതായിട്ടുണ്ടാവും. ഇത് ഏതാ ഷേപ്പ് വരുന്നത്? പാരബോള. അപ്പോൾ ഈ ഷേപ്പ് ഏതാന്ന് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എലിപ്സും സർക്കിളുമായി പാരബോളയായില്ലേ, അപ്പോൾ മൂന്നും വരാറുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. ഇത് എങ്ങോട്ടേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന പാരബോളയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിജയിച്ചു. നോക്ക്, എക്സ് സ്ക്വയർ ഇല്ലാത്തത് എക്സ്, അതിൻ്റെ മുമ്പിൽ പോസിറ്റീവാ. സ്ക്വയർ ഇല്ലാത്തത് ഏതാ നോക്കാം, എക്സോ വൈയോ? എക്സാ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഏതാ സിമ്പിൾ നോക്കുക, പോസിറ്റീവാ. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്നതായിരിക്കും. മൈനസ് ഉണ്ടെങ്കിലോ നെഗറ്റീവ് എക്സ് ആക്സിലേക്ക്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുക എന്ന് പറയുന്ന സമയത്ത് ഏകദേശ ചിത്രമാണ് ഇങ്ങനെ വരുന്നൊരു പാരബോളായിരിക്കും. ഇതാ ഇങ്ങനെ വരുന്നൊരു പാരബോളായിരിക്കും, ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാവുക. കറക്റ്റ് അല്ല ഞാൻ വരച്ചത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതാ ഇങ്ങനെ വരുന്ന ഒരു പാരബോളായിരിക്കും. ഇനി ശ്രദ്ധിക്കും നിങ്ങൾ, ഇത് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x അല്ലേ? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x. അപ്പോൾ ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം കേട്ടോ. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് വൈ സ്ക്വയർ ഈക്വൽ ടു 4x, അതായത് ആ പാരബോള. ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഓക്കെ, വൈ ആക്സിസ് ഉണ്ട്, ഫൈൻ. ഇനി അടുത്തത് വൈ ഈസ് ഈക്വൽ ടു 3. വൈ ഈസ് ഈക്വൽ ടു 3 ഏതാ പോയിന്റ് എന്ന് അറിയോ? വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ വൈ ആക്സിൽ ഒരു 3 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്താൽ എക്സിന് പാരലായിട്ട് നിങ്ങൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വൈ ഈക്വൽ ടു 3 എന്ന് പറയുന്നത്. വൈ ഈക്വൽ ടു 3. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വൈ ഈക്വൽ ടു 3 വരച്ചു. അപ്പോൾ വൈ ഈക്വൽ ടു 3യും വൈ ആക്സിസും മഞ്ഞ വരച്ചത് നോക്ക്, മഞ്ഞ വരച്ചതൊക്കെ ബൗണ്ടറി ആയിട്ട് വരുന്നതാണ്. ആൻഡ് വൈ സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൂടി ബൗണ്ടറി ആയിട്ട് വരുന്ന റീജിയൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക? രണ്ട് രീതി ചെയ്യാം. എങ്ങനെ രണ്ട് രീതി ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ എക്സ് ആക്സിൽ 0 മുതൽ ഈ പോയിന്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ പോയിന്റ് മനസ്സിലാക്കണമെങ്കിൽ വൈ ഈക്വൽ ടു 3യും വൈ സ്ക്വയർ ഈക്വൽ ടു 4x കോമൺ ആയിട്ടുള്ളതല്ലേ. ഈ വൈ ഈക്വൽ ടു 3 ഇവിടുത്തെ പോയിന്റ് എന്തായാലും വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 സ്ക്വയർ 9/4 ഈക്വൽ ടു എക്സ് 9/4 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ 9/4 കിട്ടുക. എന്നിട്ട് ഈ ലൈനിൻ്റെ താഴോട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ലൈനിനെ 0 മുതൽ ഈ പോയിന്റ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഈ കേവിൻ്റെ അണ്ടറിലുള്ള ഏരിയ മൈനസ് ചെയ്യണം. അത് റിസ്ക്കാണ്. അത് നമ്മൾ മുമ്പുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഏരിയ ബിറ്റ്വീൻ ദ കേവ്സ് ആ ഒരു ടോപ്പിക്കില്ല. നമുക്കിത് ഈസി ആയിട്ട് തന്നെ ചെയ്തുകൂടെ? വൈ ആക്സിലെ 0 മുതൽ 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ, മതി. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏരിയ ഓഫ് ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ വൈ ആക്സിലെ 0 മുതൽ 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ ചെറിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ രീതിയിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എഫ് ഓഫ് വൈ ഡി വൈ എന്ന് എഴുതണം. അതെന്തുകൊണ്ടാണ്? അവിടെ വൈ ആക്സിലല്ലേ നിങ്ങൾ പോയിന്റ് എടുത്തത്, എക്സ് ആക്സിൽ പോയിന്റ് എടുക്കുന്ന സമയത്താണ് എക്സിൻ്റെ ടേമിൽ ഫംഗ്ഷൻ വേണ്ടത്. വൈ ആക്സിൽ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ വൈയുടെ ടേമിലായിരിക്കണം. അപ്പോൾ നോക്ക്, വൈ സ്ക്വയർ ഈക്വൽ ടു 4x. ഇത് നിങ്ങൾ എന്തായിരിക്കണം? ഫംഗ്ഷൻ വരേണ്ടത് ഇങ്ങനെ ആയിരിക്കണം, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാറ്റി ചെയ്താൽ? ഒന്നുമില്ല, ഈ 4 ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആക്ച്വലി നിങ്ങളുടെ ഫംഗ്ഷൻ. റെഡി? അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വൈയുടെ ടേം ഫംഗ്ഷൻ ആയില്ലേ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞായില്ലേ. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. 0 to 3 ഏതാ ഫംഗ്ഷൻ? വൈ സ്ക്വയർ ബൈ 4. ഈ ബൈ 4 കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ 1/4 കോൺസ്റ്റൻറ്റ് പുറത്തിട്ടു. വൈ സ്ക്വയർ 0 മുതൽ 3 വരെ. വൈ സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? വൈ ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ വൈ ക്യൂബ് ബൈ 3. റെഡി? ഇനി നിങ്ങളിതാ ഈ ലിമിറ്റ് കൊടുത്തോ, വൈ ക്യൂബ് ബൈ 3 ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to 3. ഈ 1/3 കോൺസ്റ്റൻറ്റ്, അപ്പോൾ അത് ഞാൻ പിടിച്ച് പുറത്തിടുന്നുണ്ട്. പുറത്തിടുമ്പോൾ 1/4 × 3 എന്ന് വരും. പിന്നെ വൈ ക്യൂബ് മാത്രമേ ഉണ്ടാവും. വൈ ക്യൂബിന് നിങ്ങൾ വൈ വേരിയബിൾ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ വൈക്ക് നിങ്ങൾ 3 കൊടുക്കുമ്പോൾ 3 ക്യൂബ് എന്ന് വരും, മൈനസ് വൈക്ക് 0 കൊടുക്കുമ്പോൾ 0 ക്യൂബ് എന്ന് വരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഈസിയാണ്. ഇനി 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 27 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 27 തന്നെയല്ലേ. അപ്പോൾ ആൻസർ വരിക 27 × 1 27 ബൈ 4 × 3 എന്ന് പറഞ്ഞാൽ 12. ഇത്രയും സ്ക്വയർ യൂണിറ്റ് ആണ്. വേണമെങ്കിൽ ഇനിയും ചെറുതാക്കട്ടോ. 27ലും 12ലും കോമൺ ആയിട്ട് പോകുന്നത് 3 വെച്ച് കട്ട് ചെയ്തോ. അപ്പോൾ 9/4 ആയിരിക്കും അല്ലേ. 12ൽ എത്ര 3 4. അപ്പോൾ 27ൽ എത്ര 3 9/4 എന്ന് എഴുതിയാലും പെർഫെക്റ്റ്. ഓക്കെ ആണല്ലോ, സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഈ 4 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ്. സോ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എല്ലാം കാണുക, അടിപൊളിയാക്കുക, പഠിക്കുക. ആൻഡ്
ഓൾ ദ ബെസ്റ്റ്.